ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു അറബിക് ഡെസേർട്ടാണ് ബക്ലാവ ഷീറ്റ്. ഞാൻ പുറത്തുനിന്ന് വരുത്തിയതാണ്, ദുബായിൽ നിന്ന് വരുത്തിയതാണ്. ഇങ്ങനെയുള്ള ഒരു ബോക്സിൽ ഇതിൽ ശരിക്കും പറയുന്നത് 500 ഗ്രാമിൻ്റെ 1/2 കിലോൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇതിലിങ്ങനെ കുറേ ഷീറ്റ്സ് ഉണ്ടാവും. അത് വളരെ തിന്നായിട്ടുള്ള ഷീറ്റായിരിക്കും. വളരെ തിന്നായിട്ടുള്ള ഷീറ്റാണ് ഇത്. നമുക്കിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങാൻ പറ്റും. സമൂസ ലീഫ് അല്ല കേട്ടോ, സമൂസ ലീഫിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇതിങ്ങനെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ മൈദ, ആപ്പിൾ സിഡർ വിനെഗർ, ഓയിൽ, സോൾട്ട്, വെള്ളം എല്ലാം ചേർത്ത് കുഴച്ചിട്ട് വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഇതൊരു 180 ഗ്രാം ഈ ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. നോക്കാം. ഇതിന് നമ്മൾ ബക്ലാവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളൊന്ന് പഞ്ചസാര പൊടിച്ചെടുക്കാണ്ട്. അപ്പോൾ പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 180 ഗ്രാം ബക്ലാവ ഷീറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലുള്ള അളവാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി എന്താ വേണ്ടത് അറിയോ? ഇതാ ഞാൻ 1.5 കപ്പ് ഡ്രൈ ഉണ്ട്, കാഷ്യൂ, ബദാം എല്ലാം ചേർത്തിട്ട് ഒരു 1.5 കപ്പാണ് വേണ്ടത്. അപ്പം ഞാൻ 1.5 കപ്പ് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്, അത് ചേർത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, അതായത് പട്ട, ഗ്രാമ്പു പട്ട. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവറാണ്. നട്ട്മഗും സിനമണും. സാധാരണ നമ്മളെപ്പോഴും ഏലക്കയാണ് ചേർക്കാറുള്ളത്, അതല്ല വേണം. അപ്പോൾ അത് ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. എനിക്കിത് ഫ്ലേവർ അധികം ഇഷ്ടമല്ല, നട്ട്മഗ് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുണ്ട്. രണ്ടും 1/2 ടീസ്പൂൺ വീതമാണ് ശരിക്കും ചേർക്കേണ്ടത്. ഞാൻ അത്രയും ചേർക്കുന്നില്ല, കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മൈക്രോയിൽ വെക്കണം, അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചിട്ടായാലും മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഏത് വെസലിലാണോ 10x6 ഒരു ഷേപ്പിലുള്ള പാത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്നത് കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിലാണ്, ചെറിയ ഇതായിട്ടുണ്ട്. നമ്മൾ ഏത് വെസലിലാണോ ചെയ്യണേ അതിനനുസരിച്ച് അതിൻ്റെ സൈസിൽ വേണത് കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ കുറേ ഷീറ്റ്സ് ആയിട്ടാണ് ഇതുണ്ടാവുക. ഇതുപോലെ ഷീറ്റ്സ് ആണ് ഉണ്ടാവുക. ഇത് തന്നെ കണ്ടോ, ഇതൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അത്ര ഇതായിട്ട് തോന്നും, പക്ഷേ ഇങ്ങനെയാണ് നമ്മുടെ പാത്രത്തിൻ്റെ നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യാൻ പോണേ അതിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിലാണ് ചെയ്യണത്. നമ്മളെങ്ങനെ ചെയ്യേണ്ടത് അറിയോ? ഇതുപോലെ ഒരു ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിനെ നടുവിൽ കട്ട് ചെയ്യും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലുണ്ടാക്കാന്ന് പറഞ്ഞില്ലേ, പിന്നെ മൈദയും വാട്ടറും എല്ലാം ചേർത്ത് കുറച്ച് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. പക്ഷേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല തിന്നായിട്ട് നമ്മൾ ചെയ്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ കുറേ ഷീറ്റ്സ് ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ വെച്ച് നോക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്ത് എടുക്കാം. ഈ ഷീറ്റ് 5 എണ്ണമാണ് ഒരു ലെയർ ചെയ്യുക. ഓരോ ലെയറിൻ്റെ ഇടയിൽ ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ 5 ലെയറായി കഴിഞ്ഞാൽ നമ്മൾ ഈ പഞ്ചസാര ചേർത്തിട്ടുള്ള ഈ നട്ട്സ് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യും. വീണ്ടും 5 ലെയർ വയ്ക്കും. പിന്നെയും പഞ്ചസാര ചേർത്തിട്ടുള്ള ഈ നട്ട്സ് സ്പ്രെഡ് ചെയ്യും. വീണ്ടും 5 ലെയർ വയ്ക്കും. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അതേ നമുക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്യാം.
നമുക്ക് പറഞ്ഞുകൊണ്ട് ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇനി നമ്മളിത് ഒരു ലെയർ ചെറുതായിട്ടൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബട്ടർ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇൻഗ്രീഡിയൻസ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ പോലെ ഒരുപാട് പണിയില്ല ശരിക്കും ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഇത് രണ്ടാമത്തെ പീസ്. ഇങ്ങനെ ഇത് ഞാൻ 5 ഷീറ്റാണ് നമ്മൾ വെക്കേണ്ടത്. ഇത് മൂന്നാമത്തെ ഷീറ്റാണ് വെച്ചത്. കുറേശ്ശെ ബട്ടറാക്കി കൊടുത്താൽ മതി കേട്ടോ, അധികം ബട്ടറൊന്നും ആക്കണ്ട. അതാ ഇതുപോലെ ഇങ്ങനെ കീറിയെന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 4 എണ്ണമായി, ഒരെണ്ണം കൂടെ വയ്ക്കാം. ഇപ്പം 5 ലെയറായി. 5 ലെയർ നമ്മൾ ഷീറ്റ് വെച്ചു. ഇതിലേക്ക് ഇനി 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ പ്രശ്നമില്ല. എന്നിട്ട് അടുത്തൊരു നന്നായിട്ട് എണ്ണ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഇത് ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ നമ്മളൊരു 4 എണ്ണം ഉണ്ടാക്കണം. അപ്പോൾ അതായത് ഷീറ്റ് വരുന്നത് 5 എണ്ണം വെച്ചിട്ടുള്ള 4 ലെയർ വരും. പിന്നെ നട്ട്സിൻ്റെത് 3 വരണം. അപ്പോൾ ഇതിൻ്റെ 3-1 നമ്മൾ ആദ്യം ചേർത്തു, ബാക്കിയുള്ള ചേർത്തു. അതായത് നിങ്ങളടുത്ത് ഇപ്പോൾ കീറിപ്പോയാലോ ഒന്നും ഒരു പ്രശ്നമില്ല. ഏറ്റവും മുകളിൽ വയ്ക്കുന്നത് നീറ്റായിട്ട് വയ്ക്കണം മാത്രം. നിങ്ങൾ കീറിയത് വെച്ചതൊന്നും അറിയാൻ പോകുന്നില്ല. ലാസ്റ്റ് ഒരു പീസ് കൂടെ വെച്ചു. 5 ലെയർ ഫിലോ ഷീറ്റ് വയ്ക്കേണ്ടത്. പിന്നെ ഒരു ലെയർ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചത് ചേർക്കും. പിന്നെ 5 ലെയർ ഫിലോ ഷീറ്റ് വയ്ക്കും. വീണ്ടും ഒരു ലെയർ ഇത് വയ്ക്കും ഡ്രൈ ഫ്രൂട്ട്. അങ്ങനെ 3 ലെയർ 4 ലെയറായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. 3 ലെയർ ഡ്രൈ ഫ്രൂട്ട് വരും, 4 ലെയർ ഫിലോ ഷീറ്റും വരും. ഫിലോ ഷീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ 5 എണ്ണം ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇനി ഇത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് വയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കിത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഇത് നമുക്ക് കട്ട് ചെയ്ത് മുറിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, താഴെ വരെ പോകുന്ന രീതിയിലായിട്ട്. ബക്ലാവ കണ്ടിട്ടില്ലേ? ബക്ലാവ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ, പല ഷേപ്പിൽ, സ്ക്വയറിലൊക്കെയാണ് ഉണ്ടാവുക. ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ ഒരു 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ, അതായത് നല്ലൊരു ബ്രൗണിങ് വരണം. അതാണ് അതിൻ്റെ ഒരു ഇത്. 1 മണിക്കൂർ വരെ വെക്കാം, അല്ലെങ്കിൽ ബ്രൗണിങ് വരുന്നവരെ. ചിലപ്പോൾ അതിൻ്റെ മുമ്പേ ആയിട്ടുണ്ടാകും, ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമായിരിക്കും. എന്തായാലും 1 മണിക്കൂറിലധികം എടുക്കാറില്ല. ഒരു 1/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ആവാറുണ്ട്. ചില ഓവണിൽ 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ എടുക്കാറുണ്ട്. എന്നാലും ഒരു ബ്രൗൺ കളർ ആവുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ 1 മണിക്കൂറാണ് കൊടുത്തത്. അവരുടെ ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മിഡിൽ ഈസ്റ്റ് ഡെസേർട്ടിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. കുനാഫ, ബക്ലാവ, വേറെ കുറേ ഐഷൽ ഷറിയ, സ്നൂഡിൽസ് ഇത്ത് പറഞ്ഞിട്ടുള്ള കുറേ ഡിഷസിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ക്ലാസ്സസും ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുപോലെ ചോക്ലേറ്റിൻ്റെ പുതിയ ക്ലാസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഇതുവരെ ചെയ്തിരുന്ന ഒരു ബേസിക്കും അഡ്വാൻസും ചേർത്തിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ആയിരുന്നു. ഒരു 20ൻ്റെ മേലെയുള്ള ചോക്ലേറ്റ്സ്. അത് പാക്ക് ചെയ്യുന്നത്, റാപ്പ് ചെയ്യുന്നത്, മെൽറ്റ് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്, മാർക്കറ്റിംഗ്, പ്രൈസിങ് എല്ലാം ചേർന്നിട്ടുള്ളൊരു കോഴ്സായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഭയങ്കര റിക്വസ്റ്റ് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ചോക്ലേറ്റ്സ്, പ്രീമിയർ ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ലിക്വിഡ് ചോക്ലേറ്റ്സ് വരുന്നുണ്ട്. അതായത് ഉള്ളിൽ ലിക്കർ ചോക്ലേറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ ട്രഫിൾ വരുന്നുണ്ട്, സോഫ്റ്റ് സെൻറ്റർ വരുന്നുണ്ട്.
അങ്ങനെയുള്ള ഒരു കോഴ്സ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മലബാർ കുക്കറിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലം കേക്കിൻ്റെ ക്ലാസ്സൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. എല്ലാ ക്ലാസ്സസും നടക്കുന്നുണ്ട്. കുക്കീസിൻ്റെ 2-3 തരത്തിലുള്ള ബേസിക്, അഡ്വാൻസ്ഡ്, കുക്കി ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ അതുപോലെ പിസ്സ, ബ്രെഡ്സ് എല്ലാം വരുന്ന ബ്രെഡ് ബേക്കിംഗ് ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ ക്ലാസ്സസും നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അവിടുന്ന് കിട്ടും. നമുക്കൊരു സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ ഹണി, 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, 1/2 ടീസ്പൂൺ വാനില എസൻസ്. നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച സിന്നമൺ പൗഡറിൽ നിന്ന് 1 പിഞ്ച്. ഇത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കത്തിക്കാം. ഇതങ്ങ് വല്ലാതെ തിക്കാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈറ്റ്ലി ഒന്ന് തിക്കായാൽ മതി. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും. ചെറുതായിട്ടൊന്ന് കുറുകിയാൽ മതി. അധികം കുറുകി നമ്മൾ സാധാരണ സിറപ്പ് ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ആവണ്ട. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ചു, കുറച്ച് സമയം തിളച്ചു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് യൂസ് ചെയ്യാൻ. ഓഫ് ചെയ്തു. ഇനി ചൂടാറട്ടെ, അപ്പോഴേക്കത് ബേക്കായിട്ട് കിട്ടുകയും ചെയ്യും. 10 മിനിറ്റ് മുമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. 50 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 50 മിനിറ്റ് ആയപ്പോഴേക്ക് എൻ്റെ നല്ലൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളർ വരുന്നതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ കേട്ടോ. അപ്പോൾ നോക്കി നല്ല ഫ്ലേക്കി ആയിട്ട് നിൽക്കുന്നുണ്ട്. അത്രയും പൊടിഞ്ഞ് നിൽക്കുന്നുണ്ടേ. ഇതിനെ നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് കൊണ്ടേ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കൊരു പീസ് എടുത്തിട്ട് കാണിച്ചു തരാം. ലേയേഴ്സ് കാണുന്നില്ലേ? നിറയെ ലേയേഴ്സായിട്ട് വന്നിട്ട് ലേയേഴ്സ് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതേപോലെ ആവണം. ഇപ്പം നല്ല ചൂടിലാണുള്ളത്. നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ ചൂടിൽ ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചൂടോടുകൂടിയാണ്. ഇപ്പം ഞാൻ ഓവണിൽ എടുത്തേ ഉള്ളൂ. ആ ചൂടോടുകൂടി ഈ സിറപ്പ് ഇതിൽ ഒഴിച്ചു. സിറപ്പ് ചൂടാറിയിട്ടിട്ടാണ്. നേരത്തെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ചൂടാറിയിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കും. കാണുന്നുണ്ടല്ലോ അല്ലേ? മുഴുവൻ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അതിലങ്ങ് സോക്കായിട്ട് വരണം. അപ്പോൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സിറപ്പ് ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. സിറപ്പിന് ഇതിലേക്ക് അങ്ങ് നന്നായിട്ടാണ്ട് കയറും. എന്നിട്ട് നമ്മളിത് സാധാരണ എന്താ ചെയ്യുക വെച്ചാൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ വെക്കും. എന്നിട്ട് പിറ്റേ ദിവസമാണ് സാധാരണ ഇത് പ്രൊഫഷണൽസൊക്കെ ശരിക്ക് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുഡിങ്ങൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കുന്ന പോലെ നേരത്തെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമാകും എന്തായാലും. ഇത് ഇപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതങ്ങ് ഈ നല്ല എന്താ പറയുക ക്രിസ്പായിട്ടല്ലേ ഉള്ള അതിലേക്കെല്ലാം ആ ഷുഗർ സിറപ്പ് അങ്ങ് കയറും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇത് എന്താ ചെയ്യേണ്ടത് അറിയോ? ഒരു ദിവസം ഇതുപോലെ വെക്കണം. അപ്പോൾ ഇങ്ങനെ വെക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാവരും ട്രൈ ചെയ്യണം. എന്തായാലും ഇഷ്ടമാവും. ഇത് ഇഷ്ടമാകാത്ത ആരും ഉണ്ടാവില്ല. ഈസിയാണ്, മെത്തേഡൊക്കെ ഈസിയാണ്. ഫിലോ ഷീറ്റ് ഇവിടെ ഉണ്ടോ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മൈദയും ആപ്പിൾ സിഡർ വിനെഗർ ഒക്കെ ചേർത്തിട്ടാണ് ഇത് കുഴച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഷീറ്റ് ഉണ്ടാക്കുന്നത് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ, ചെറിയ സൂപ്പർ മാർക്കറ്റിൽ കിട്ടില്ല. കുറച്ച് വലിയ ലുലുവിലെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഷീറ്റ്സ് വാങ്ങാൻ കിട്ടുന്നത് വലിയൊരു 500 ഗ്രാമിൻ്റെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു 2-3 സെറ്റായിട്ട് ചെയ്യാം. ഇനി വലിയ ട്രെയിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒന്നിച്ച് വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. എന്തായാലും ഇഷ്ടമാവും.